എല്ലാവർക്കും നമസ്കാരം. ITI ചെറിയമണ്ഡത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇലക്ട്രീഷ്യൻ സെക്കൻഡ് ഇയർ ട്രെയിനീസിനുള്ള ഒരു പാഠഭാഗമായിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി, ഊർജത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് കിടക്കാം. എനർജി അല്ലെങ്കിൽ ഊർജം ഈസ് ദി ബേസിക് നെസസിറ്റി ഫോർ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ് ഊർജം. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ ഊർജം പല രൂപത്തിൽ കാണപ്പെടുന്നു. സച്ചാസ് ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റ് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, സൗണ്ട് എനർജി, എക്സെട്ര എക്സെട്ര. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഈസ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയാണ് ഊർജങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജരൂപം. ദി പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് ദി എനർജി ഈസ് ദി മെഷർ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ആളോഹരി ഊർജ ഉപഭോഗം ഒരു രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ കാണിക്കുന്നു. സോഴ്സസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയുടെ ഉറവിടങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. സൺ ഈസ് ദി പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. സോളാർ സെൽസ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് സോളാർ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. സൂര്യനാണ് ഏതൊരു എനർജിയുടെയും പ്രൈമറി ആയിട്ടുള്ള ഉറവിടം. ഏതൊരു ഫോം ഓഫ് എനർജി നമ്മളെടുത്താലും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഉറവിടം സൂര്യനാണ്. ഇനി ഇലക്ട്രിക്കൽ എനർജിയുടെ കാര്യം എടുത്താൽ നമ്മൾ സൂര്യനിൽ നിന്നുള്ള സോളാർ എനർജിയെ നേരിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ സോളാർ സെൽസ് അല്ലെങ്കിൽ ഫോട്ടോവോൾട്ടായിക് സെൽസ് യൂസ് ചെയ്യും. ഈ രണ്ടാമത്തെ ഒരു എനർജി സോഴ്സാണ് വിൻഡ്. വിൻഡ് എനർജി നമ്മൾ വിൻഡ് മില്ല് വെച്ചിട്ട് ആ വിൻഡ് മില്ല് വിൻഡ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ജനറേറ്റേഴ്സിനെ ഡ്രൈവ് ചെയ്യും. ജനറേറ്റേഴ്സ് ആ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി വാട്ടർ. ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ യൂസ് ടു ക്രിയേറ്റ് മെക്കാനിക്കൽ എനർജി അറ്റ് ടർബൈൻ വിച്ച് ഡ്രൈവ്സ് ജനറേറ്റേഴ്സ്. വാട്ടർ നമ്മൾ വലിയ ഡാമുകൾ കെട്ടി നിർത്തി ജലത്തിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ഈ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ടർബൈനിലേക്ക് എത്തിക്കും. അപ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അത് ജനറേറ്ററുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ജനറേറ്ററിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഫ്യൂവൽസ് പറഞ്ഞാൽ ഇന്ധനങ്ങൾ എനർജിയുടെ വലിയൊരു സോഴ്സാണ്. ഫ്യൂവൽസ് ആർ അവൈലബിൾ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് ഫോം. ഫ്യൂവൽസ് ദ്രാവക, വാതക രൂപത്തിൽ അവൈലബിൾ ആണ്. ഇനി ന്യൂക്ലിയർ എനർജി പറഞ്ഞാൽ ന്യൂക്ലിയർ ഫിഷൻ. ഹെവി മെറ്റൽസിൻ്റെ യുറേനിയം, പ്ലൂട്ടോണിയം പോലെയുള്ള ഹെവി മെറ്റൽസിൻ്റെ ന്യൂക്ലിയർ ഫിഷൻ മൂലം ഉണ്ടാകുന്ന എനർജിയുടെ രൂപമാണ് ന്യൂക്ലിയർ എനർജി. ഈ ന്യൂക്ലിയർ എനർജിയും നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് എനർജി സോഴ്സസ് നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: റിന്യൂവബിൾ എനർജി സോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ആദ്യമായിട്ട് റിന്യൂവബിൾ എനർജി സോഴ്സസ് നോക്കാം. റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് വെച്ചാൽ പുനർനിർമ്മിക്കാവുന്ന ഊർജത്തിൻ്റെ ഉറവിടങ്ങളെയാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. അവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഭൂമിയിൽ വീണ്ടും ഉണ്ടാവുന്നതാണ്, പ്രകൃതിയിൽ ഉണ്ടാവുന്നതാണ്. എനർജി ഒബ്റ്റെയിൻ ഫ്രം സോഴ്സസ് ദാറ്റ് ആർ എസെൻഷ്യലി ഇൻഎക്സോസ്റ്റിബിൾ. തീർന്നു പോവാത്ത ഊർജ ഉറവിടങ്ങളാണ്. ദ പ്രൊഡ്യൂസസ് നോ പൊല്യൂഷൻ. അവ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നില്ല. എക്സാമ്പിൾസ്: വിൻഡ് പവർ, സോളാർ പവർ, ജിയോ തെർമൽ എനർജി. ജിയോ തെർമൽ എനർജി എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഊർജം, അവ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതിനെയാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയാം. ടൈഡൽ പവർ എന്ന് വെച്ചാൽ തിരമാലകളിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ടൈഡൽ പവർ എന്ന് പറയുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് വെച്ചാൽ ജലവൈദ്യുത പദ്ധതികൾ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് വെച്ചാൽ നിർമ്മിക്കാൻ പറ്റാത്തത്, അതായത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന
ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ് നോൺ റിന്യൂവബിൾ സോഴ്സസ്. ദേ ആർ എക്സോസ്റ്റിബിൾ. അവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നതാണ്. എക്സാമ്പിൾസ് തെർമൽ പവർ, ന്യൂക്ലിയർ പവർ എക്സെട്ര. തെർമൽ പവർ എന്ന് വെച്ചാൽ ഈ ഫ്യൂവൽസ് നമ്മൾ പഠിച്ചിട്ടുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാഷസ് ഫ്യൂവൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി നിർമ്മിക്കാറുണ്ട്. അവയെ പറയുന്ന പേരാണ് തെർമൽ പവർ. ഇനി ന്യൂക്ലിയർ പവർ, യുറേനിയം പോലുള്ള ഹെവി മെറ്റൽസ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്ന ഒരു പവർ സ്റ്റേഷനുകളാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്. അവയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് അത് തീർന്നു പോകുന്നതാണ്. അതുകൊണ്ടാണ് അവ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിൽ ഉൾപ്പെട്ടുള്ളത്. ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് യൂസ്ഡ് ഇൻ പവർ ജനറേഷൻ. ഏതൊക്കെ തരം ഫ്യൂവൽസ്, ഇന്ധനങ്ങൾ പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നോക്കിയതാണ്. ഒന്ന് സോളിഡ് ഫ്യൂവൽ. സോളിഡ് ഫ്യൂവൽ 2 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ സോളിഡ് ഫ്യൂവൽ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സോളിഡ് ഫ്യൂവൽ. അതിൽ പെട്ടാണ് കോള്, വുഡ്, ബയോമാസ്, പീറ്റ് എക്സെട്ര. കോൾ എന്ന് പറഞ്ഞാൽ കൽക്കരി, വുഡ്, മരങ്ങൾ. ബയോമാസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള അവശിഷ്ടങ്ങൾ, അതായത് ഈ വൈക്കോല്, ഈ അങ്ങനത്തെ രൂപത്തിലുള്ള ഈ സസ്യങ്ങളുടെ ഇലകളും മറ്റുള്ള വസ്തുക്കളൊക്കെ ബയോമാസിൽ പെടും. പീറ്റ് എന്ന് വെച്ചാൽ നമ്മളെ കൗഡങ്ക് പോലത്തെ വസ്തുക്കൾ, ചാണകം ഉണക്കിയിട്ടൊക്കെ നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് അതിന് പറയുന്ന പേരാണ് പീറ്റ്. ഇനി ആർട്ടിഫിഷ്യൽ സോളിഡ് ഫ്യൂവൽസ്. ആർട്ടിഫിഷ്യൽ സോളിഡ് ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്ന സോളിഡ് ഫ്യൂവൽസ് ആണ്. അതിൽ പെട്ട ഒന്നാണ് കോക്ക്. കോക്ക് എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ അഭാവത്തിൽ കോള് ചൂടാക്കിയിട്ട് ഉണ്ടാക്കുന്നൊരു ഫ്യൂവലാണ് കോക്ക്. ചാർക്കോൾ എന്ന് വെച്ചാൽ നമ്മൾ കരി എന്നൊക്കെ പറയില്ല, നമ്മൾ ബ്ലാക്ക് സ്മിത്തുകളൊക്കെ യൂസ് ചെയ്യുന്ന കരി. അവയാണ് ആർട്ടിഫിഷ്യൽ സോളിഡ് ഫ്യൂവൽസിന് ഉദാഹരണങ്ങൾ. ഇനി ലിക്വിഡ് ഫ്യൂവൽസിന് ഉദാഹരണങ്ങളാണ് ഗ്യാസോലിൻ. പെട്രോളിനെ പറയുന്ന മറ്റൊരു പേരാണ് ഗ്യാസോലിൻ. കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ. ഗ്യാസ് ഓയിൽ, ഡീസൽ എക്സെട്ര. ഇനി ഗ്യാസസ് ഫ്യൂവൽ, വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങൾ. നാച്ചുറൽ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, ബൈ പ്രൊഡക്റ്റ് ഗ്യാസ് എക്സെട്ര. നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഗ്യാസിന് പറയുന്ന പേരാണ് നാച്ചുറൽ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ഗ്യാസ് ഉണ്ടാക്കുന്നത് ബൈ പാർഷ്യൽ കമ്പഷൻ ഓഫ് കോൾ ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് എയർ ആൻഡ് സ്റ്റീം. ഓക്സിജൻ്റെ പ്രസൻസിൽ കൽക്കരിയെ ഭാഗികമായി കത്തിച്ചാണ് പ്രൊഡ്യൂസർ ഗ്യാസ് ഉണ്ടാക്കുന്നത്. അത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ വിത്ത് എ ലിറ്റിൽ കാർബൺ ഡയോക്സൈഡ്. ഈ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് വെച്ചാൽ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ആണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ ചെറിയൊരു പ്രസൻസ് ഉണ്ടാവും. ഇനി ബൈ പ്രൊഡക്റ്റ് ഗ്യാസ് എന്ന് വെച്ചാൽ ദിസ് ഗ്യാസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ് ആൻഡ് കോക്ക് ഓവൻസ്. ബ്ലാസ്റ്റ് ഫർണസിലും കോക്ക് ഓവനിലൊക്കെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഗ്യാസിന് പറയുന്ന പേരാണ് ബൈ പ്രൊഡക്റ്റ് ഗ്യാസ്. നമുക്ക് എനർജി സോഴ്സുകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വാട്ടർ പവർ സ്റ്റേഷൻ, അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഫ്യൂവൽസ് എന്ന് വെച്ചാൽ തെർമൽ പവർ സ്റ്റേഷൻസ്. ന്യൂക്ലിയർ എനർജി എന്ന് വെച്ചാൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്. ഇനീഷ്യൽ കോസ്റ്റ് വാട്ടർ പവർ സ്റ്റേഷന് കൂടുതലാണ്, ഫ്യൂവൽസിന് തെർമൽ പവർ സ്റ്റേഷന് കുറവാണ്, ന്യൂക്ലിയർ പവർ സ്റ്റേഷന് വളരെ കൂടുതലാണ്. റണ്ണിങ് കോസ്റ്റ് വാട്ടർ പവർ സ്റ്റേഷന് കുറവാണ്, തെർമൽ പവർ സ്റ്റേഷന് കൂടുതലാണ്, ന്യൂക്ലിയർ പവർ സ്റ്റേഷന് വളരെ കുറവാണ്. റിസർവ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ പവർ സ്റ്റേഷന് അത് പെർമനൻ്റായി ഉണ്ടാവും. ഫ്യൂവൽസിൻ്റെ കേസിൽ എക്സോസ്റ്റിബിൾ ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്യൂവൽസ് തീർന്നു പോകുന്നതാണ്. ന്യൂക്ലിയർ എനർജി ഇൻഎക്സോസ്റ്റിബിൾ ആണ്, അത് നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സിലാണ് ന്യൂക്ലിയർ എനർജിയെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും ഇൻഎക്സോസ്റ്റിബിൾ ആവാൻ കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഫ്യൂവൽസ് കൊണ്ട് തന്നെ ഒരുപാട് എനർജി നമുക്ക്
ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ന്യൂക്ലിയർ എനർജി ഇൻഎക്സോസ്റ്റിബിൾ ആയത്. ഈ ക്ലീൻലിനെസ്, വാട്ടർ പവർ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് വാട്ടർ പവർ എന്ന് പറഞ്ഞാൽ. പൊല്യൂഷന് തീരെ ഇല്ലാത്ത ഒരു എനർജി സോഴ്സാണ് വാട്ടർ പവർ. ഫ്യൂവൽസിൻ്റെ കേസിൽ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാവും, അതായത് അത് ഡേർട്ടിയസ്റ്റ് ആണ്. ന്യൂക്ലിയർ പവർ എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലീൻലിനെസ് ഇവയ്ക്ക് രണ്ടിൻ്റെയും ഇടയിലാണ്, വാട്ടർ പവർ സ്റ്റേഷൻ്റെയും തെർമൽ പവർ സ്റ്റേഷൻ്റെയും ഇടയിലാണ്. സിംപ്ലിസിറ്റി, വാട്ടർ പവർ സ്റ്റേഷൻ വെരി സിമ്പിളാണ്, തെർമൽ പവർ സ്റ്റേഷൻ കോംപ്ലക്സ് ആണ്, ന്യൂക്ലിയർ എനർജി പറഞ്ഞാൽ മോസ്റ്റ് കോംപ്ലക്സ് ആണ്. റിലയബിലിറ്റി, വിശ്വസ്തത, വാട്ടർ പവർ സ്റ്റേഷൻ മോർ റിലയബിൾ ആണ്, ഫ്യൂവൽസ് ലെസ് റിലയബിൾ ആണ്, അത് പെട്ടെന്ന് തീർന്നു പോകും. അതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഫ്യൂവൽസ് നിറച്ചു കൊടുക്കണം. ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ കേസിൽ ദാറ്റ് ഈസ് മോർ റിലയബിൾ ആണ്, വാട്ടർ പവറിനെക്കാട്ടിലും ഫ്യൂവൽസിനെക്കാട്ടിലൊക്കെ റിലയബിൾ ആണ് ന്യൂക്ലിയർ എനർജി എന്ന് വെച്ചാൽ. കാരണം വാട്ടർ പവർ നമുക്ക് മഴ തീരെ നഷ്ടപ്പെട്ടാൽ നമുക്ക് വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ന്യൂക്ലിയർ എനർജിയുടെ കേസിൽ ഒരു തവണ നമ്മൾ ഫ്യൂവൽ കൊടുത്താൽ 2-2.5 വർഷം ആ ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് തന്നെ അത് എനർജി ക്രിയേറ്റ് ചെയ്യും. അത്രയ്ക്കും റിലയബിൾ ആണ് ന്യൂക്ലിയർ എനർജി. ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ. കൺവെൻഷണൽ പവർ ജനറേഷൻ. It contributes major power requirement which includes all non-renewable sources and hydroelectric power generation. സാമ്പ്രദായികമായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന മെത്തേഡ്സുകളാണ് കൺവെൻഷണൽ പവർ ജനറേഷൻസ് മെത്തേഡ്സ്. അവയാണ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് മേജർ പവർ റിക്വയർമെൻറ്റ്, ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിക്കപ്പെടുന്നത് കൺവെൻഷണൽ പവർ ജനറേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ്. വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ നോൺ റിന്യൂവബിൾ സോഴ്സസ്, എല്ലാ നോൺ റിന്യൂവബിൾ സോഴ്സസും കൺവെൻഷണൽ പവർ ജനറേഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നു. ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, അതിൻ്റെ കൂടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻസ് കൂടെ ഉൾപ്പെടുന്നു. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതൊക്കെയായിരുന്നു? തെർമൽ പവർ, ന്യൂക്ലിയർ പവറൊക്കെ നോൺ റിന്യൂവബിൾ ആണ്. അതിൻ്റെ കൂടെ ഹൈഡ്രോ ഇലക്ട്രിക് പവറും കൂടെ കൺവെൻഷണൽ പവർ ജനറേഷനിൽ ഉൾപ്പെടും. ഇനി നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ. നോൺ കൺവെൻഷണൽ പവർ ജനറേഷനാണ് സാമ്പ്രദായികമല്ലാത്ത പുതിയ രീതിയിലുള്ള പവർ ജനറേഷൻസ് ജനറേറ്റിംഗ് മെത്തേഡ്സ് ആണ്. പവർ ജനറേഷൻ യൂസിങ് റിന്യൂവബിൾ സോഴ്സസ്. റിന്യൂവബിൾ സോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ ഈ നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ മെത്തേഡിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. സച്ചാസ് വിൻഡ്, ടൈഡ്, സണ്ണ്, ജിയോ തെർമൽ എക്സെട്ര. വിൻഡ് മിൽസ്, ടൈഡൽ പവർ പ്ലാന്റ്സ്, സോളാർ എനർജി, ജിയോ തെർമൽ പവർ എക്സെട്ര ഒക്കെ നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഓരോ മെത്തേഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം.